ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങക്കാണെങ്കിൽ നടിയിൽ കാണുന്നത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്നോട് എല്ലാവരും ചോദിക്കൂ, ഞാനിങ്ങനെ വിളവെടുക്കുമ്പോൾ അത് എന്താ പോട്ടി മിക്സ് ഇട്ടെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ ലൈവായിട്ട് ഞാൻ നടുന്നത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമൊക്കെ തീരുമല്ലോ. എൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ വെറും ചില്ലി കാശ് മുടക്കാത്തതാ. അതാ രസം. വീടും പരിസരവും വൃത്തിയാക്കലും നടക്കും, നമുക്ക് നല്ല വളവും കിട്ടും, നന്നായിട്ട് വിളവും കിട്ടും, എല്ലാം കൊണ്ട് സൂപ്പറാണ്. അപ്പം ഇന്ന് ഞാൻ നടുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഞാൻ നടുന്നത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടി, തോരൻ വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞ് ബീറ്റ്റൂട്ട് അത് എനിക്കറിയില്ലായിരുന്നു പണ്ടൊന്നും. ഇപ്പോഴാണ് അത് പഠിച്ചത്. കൊണ്ടുവന്ന ശേഷം എൻ്റെ മേൽഭാഗം അങ്ങനെ വെട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ മണ്ണിൽ കൊണ്ടുപോയി നട്ടു കൊടുത്തു. നോക്കുമ്പോൾ അതിങ്ങനെ സുന്ദരമായ നല്ല ഭംഗിയുള്ള അടിപൊളി പവർഫുൾ എന്ന് തന്നെ പറയുക. നല്ല ഇല ഇങ്ങനെ വരുന്നു. ആ ഇല വരുന്ന അടിയിൽ വേരും വരുന്നുണ്ട്. അപ്പം അതിങ്ങനെ റൗണ്ടിൽ നല്ല ബീറ്റ്റൂട്ട് ഉണ്ടാവും. അപ്പം നമുക്കൊരു മുടക്കില്ല, ഒരു പൈസയും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഞാൻ തോരൻ വെക്കാൻ കൊണ്ടുവന്നതല്ലേ. നമ്മൾ പണ്ടൊക്കെ വെട്ടി അങ്ങ് ചാടലിരുന്നു. അപ്പം ഞാനത് മുളച്ചതും കാണിച്ചു തരാം. ഞാൻ ആ 4 നടുന്നത് എവിടെയെന്നും കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടപ്പെടും നിങ്ങളും അതുപോലെ നടും. എന്നാൽ വരി നമുക്ക് നടിൽ തുടങ്ങാലോ. ഞാൻ നടുന്നത് ബീറ്റ്റൂട്ട് കണ്ടോ, മേൽഭാഗം വെട്ടിയെടുത്തിട്ട് മണ്ണിൽ നട്ടതായിരുന്നു. ചെറിയ കുഞ്ഞി പോട്ടിൽ നട്ടതായിരുന്നു. നട്ടിട്ട് കണ്ടോ അതുണ്ടായത് ഇല വന്നത് ഒരു 4 ദിവസമായിട്ടുള്ളൂ. ഇല വന്നത് കണ്ടോ, ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇല വന്ന് നല്ല രസമാണ്. ഇതാ ഇല വരുന്നത് പച്ച വന്ന് കണ്ടോ. ഇതായത് അങ്ങനെ 4 എണ്ണം ഞാൻ നടാൻ പോകും. 4 എണ്ണം ഞാൻ നടുന്ന ഏതിലങ്ങ് കണ്ട അങ്ങക്ക് കൗതുകാവെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമുക്ക് സ്ഥലം മുടക്കില്ല, പണി എളുപ്പം, പുല്ല് വരില്ല. ഇതാ ഞാൻ 4 നടട്ടെ കേട്ടോ. ഞാൻ കാണിച്ചു തരയില്ല നടുന്നത്. ഞാൻ നടുന്നത് ഇതിലാ. നോക്ക്, ഇത് എവിടുന്നാ കിട്ടിയെന്നറിയോ? ഞാൻ ഒരിക്കലും പറഞ്ഞതാ ഇത് എവിടുന്നാ കിട്ടിയെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ തോട്ടത്തിൽ ആരോ ഞങ്ങൾ അറിയാണ്ട് വേസ്റ്റ് കൊണ്ടുപോയി തട്ടിക്കളഞ്ഞു എന്നുള്ളത്. എന്നിട്ട് ഞാൻ ഒരാഴ്ച കാത്തു നിന്നു. കാക്കച്ചികൾ വന്നിട്ട് ശല്യപ്പെടുത്തിയിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ? ഞാൻ തന്നെ അങ്ങ് പോയി, ആരും അറിയാണ്ട് ഞാനങ്ങ് പോയി ബഹളം ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ വേസ്റ്റൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കുമ്പോൾ അതിൽ 3 പോട്ട്, ഒന്ന് വേറൊന്ന് ഞാൻ കാണിച്ചു തന്നാൽ, പിന്നെ ഒരു മരപ്പെട്ടി, അതിലൊക്കെ ഞാൻ ചെടി നട്ട് കാണിച്ചു തന്നാൽ. ഇതിൽ ഞാൻ നട്ടില്ല, ഇതിന് ഹോൾസ് ഇല്ലായിരുന്നു. പിന്നെ ഞാനൊരു ഹോൾസൊക്കെ ഉണ്ടാക്കിയതാ. ഇതിന് ഹോൾസില്ലേന് 3 ഹോൾസൊക്കെ ഉണ്ടാക്കി. ഇതിലാണ് ഞാൻ എൻ്റെ ബീറ്റ്റൂട്ട് സുന്ദരമായി അവരിതിലങ്ങ് രാജാവായിട്ട് വളരും. ഇത് നല്ല അടിപൊളി, നല്ല നീളമുണ്ട്. പിന്നെ ബീറ്റ്റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് മതി, ധാരാളം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയെന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഞാൻ നടാൻ തുടങ്ങുകയാണ്. നടാൻ തുടങ്ങുമ്പോൾ എന്താക്കണം എന്നറിയോ? നിങ്ങളെ മുന്നിൽ ഞാൻ നടുമ്പോൾ എന്തായാലും ഗ്ലൗസ് ഇടണം. കാരണം ഞാൻ നടുപോലെ നട്ടിട്ട് അതുപോലെ നടുന്ന കുറേ പ്രിയപ്പെട്ടവർ എനിക്കുണ്ട്. ഇപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ അവരും ഗ്ലൗസ് ഇടാണ്ട് നിന്നാലേ അവർക്കെങ്ങാനും ഒരു കുത്ത് കിട്ടിയാൽ എനിക്ക് സഹിക്കാനാവില്ല. ഇതൊക്കെ നമ്മളിൽ അങ്ങനത്തെ പണികളാണുള്ളത്. തോട്ടത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ കരിയില വാരുക, വേസ്റ്റ് വാരുക, പുല്ല് പറിക്കുക, അങ്ങനത്തെ പണിയുള്ളവർക്ക് ഗ്ലൗസ് നിർബന്ധമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നഖത്തിൽ ചളിയാവൂര, ഈർക്കിളി കൊള്ളൂര, അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. ധൈര്യത്തിൽ നിൽക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇടുന്നത് ചകിരിച്ചോറാണ്. ഇപ്പം ചകിരിച്ചോറല്ല, ചകിരിയാ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ചിരിയാ വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെപ്പം ചോദിക്കും, ഇനിയും തീർന്നില്ല എന്നുള്ളത്. ഇതെൻ്റെ ബെഡ് പൊളിച്ചതാണ്. കുറേ ഉണ്ട്. ബെഡ് പൊളിച്ചാൽ ഒരുപാട് കിട്ടൂ. പിന്നെ ഈ ബെഡ് പൊളിച്ചതാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് അറിയില്ല ഇതെന്താന്നുള്ളത്. അതാ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഐഡിയ, കാരണം ഞാൻ കത്തിക്കാൻ വെച്ചായിരുന്നു. അതുകൊണ്ടാണ് അവരും കത്തിക്കണ്ട, നല്ല ഐഡിയ എന്ന് വിചാരിച്ച് അവരും ഇങ്ങനെ നട്ടോളൂ. നടാനേ പൈസ കൊടുത്തതൊന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ ഞാൻ അടിയിലേക്ക് ഇതിങ്ങനെ വിരിക്കും. ഇതിങ്ങനെ വിരിച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന മണ്ണൊന്നും ഒലിച്ചു പോകില്ല. മണ്ണ് ഒലിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഹോൾസ് അങ്ങ് അടഞ്ഞു പോകും. ഹോൾസ് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹോൾസ് ഞാൻ കാണിച്ചു തന്നത് നിങ്ങളെ. ഹോൾസ് അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒലിച്ചു പോവില്ല. വെള്ളം കെട്ടി നിന്നാൽ ആ ചെടികളുടെ വേരുകൾ ചീഞ്ഞു പോവും. വേര് ചീഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, കഥ കഴിഞ്ഞു. നമ്മൾ വെറുതെ അധ്വാനിക്കുക.
അപ്പോൾ ഞാൻ അതിനു വേണ്ടി പരിഹാരമായിട്ട് ഫസ്റ്റ് തന്നെ അങ്ങ് ചകിരി അങ്ങ് ഇട്ട് കളിയുക. അതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മേലെ നമ്മുടെ എൻ്റെ താരം ഈ താരത്തിനെ ഞാൻ പോയിട്ട് അടിച്ചു വാരി ഇന്ന് കൊണ്ടുവന്ന കരിയിലേത് കേട്ടോ. തോട്ടത്തിൽ പോയി കരിയില ഭയങ്കരമായിട്ട് കേട്ട് ചാക്ക് നിറഞ്ഞാൽ നമുക്ക് ഒരു വിരലുകൊണ്ട് ഇങ്ങനെ പൊന്തിക്കാം. തീരെ വെയിറ്റേ ഇല്ല. ഇപ്പോൾ ഞാൻ ഇതങ്ങിട്ട് കേട്ടോ. ഈ കരിയില ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല വേനൽക്കാലല്ലേ, മഴയൊന്നും ഇവിടെ പെയ്തിട്ട് ഒരു മഴ ചെറുതായിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ മഴ പെയ്ത് മഴ കിട്ടാണ്ടായിട്ട് ഇത് ഉണങ്ങി പോവുക. ചെടികൾ വേരുകൾക്ക് നല്ല നനവ് വേണ്ടേ. അപ്പോൾ ഈ കരിയിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം പിടിച്ച് നിൽക്കും. കുറച്ച് വയ്ക്കുക, അങ്ങനെ കെട്ടി നിൽക്കുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത്, പിടിച്ച് നിൽക്കും. അപ്പോൾ അവർ ഈ ചൂട് കാലത്ത് AC കിടക്കുമ്പോൾ നമ്മളെ ചെടികൾ അങ്ങനെ AC വളർന്ന ചെടികൾ റോക്കറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് ചിരിയാണ്, കുറേ പേർക്ക് നല്ല രസമാക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റോക്കറ്റ് സ്പീഡിൽ വളരണമെങ്കിൽ നമ്മൾ പോട്ടി മിക്സ് ഇങ്ങനെയൊക്കെ ഇടണം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തോട്ടം വൃത്തിയായി, നമുക്ക് നല്ല വളം കിട്ടി. വളം പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. ഒരു കൊട്ട ചാണകങ്ങളൊന്ന് പോയി വാങ്ങി എന്താ പൈസ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പശുവിനെ പോറ്റുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ കിടന്നുറങ്ങുക, ഒരു സുബൈക്ക് പോവുക പുല്ലരിയാൻ, നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നന്നായിട്ട് പൈസ വാങ്ങുന്ന ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. മണ്ണ് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചേന്. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്. ആ ജീവികൾ ഈ നമ്മളിടുന്ന പോട്ടി മിക്സൊക്കെ പെട്ടെന്ന് വളമാക്കി മാറ്റും. പിന്നെ ഇത് പാറ പോലെ ഉറക്കൂല. നമ്മൾ കുറേ കരിയിലിട്ടല്ലേ, അപ്പം മണ്ണ് പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറച്ചില്ലെങ്കിലും ആ മണ്ണ് സോഫ്റ്റ് ആണെങ്കിൽ വേരുകൾ ഓടിയിട്ട് ജലവും ലവണങ്ങളും വലിച്ചെടുക്കും. വേരാണല്ലോ ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തിച്ചു കൊടുത്താൽ നല്ല ഉഷാറിലുണ്ടാവും. അവിടെയും റോക്കറ്റ് സ്പീഡ് തന്നെയാണ്. ഇനി ഞാൻ കുറച്ചും കൂടെ കരിയിലിടട്ടെ കേട്ടോ, കാണിച്ചു തരാം. ഇല്ല, നമ്മൾ ഇടുമ്പോൾ തുടക്കത്തിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈൻഡൊക്കെ ഉണ്ടാകും. നമ്മൾ നനച്ചാൽ മാത്രം മതി. ആവശ്യമായ വളമൊക്കെ തുടക്കം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കരിയില നല്ലൊരു വള. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും എന്നെ കണ്ടാൽ പറയും ഞാൻ ചാക്ക് നിറച്ചുണ്ടാക്കിന്ന് കേട്ടോ. അതുകൊണ്ട് ചെടി ഉണ്ടാക്കിയിട്ട് വിളവെടുത്തിട്ട് എനിക്ക് കാണിച്ചു തരുന്നവരുണ്ട്. പിന്നെ കൃഷി എടുക്കാൻ മടിയായിട്ട് കൃഷി എറിഞ്ഞ് പോയി ഉണ്ടാകുന്നില്ല വിളവ്, അങ്ങനത്തെ ആൾക്കാർ വരും തിരിച്ചു വന്നു. കാരണം എൻ്റെ കൃഷി കണ്ടിട്ട്, കാരണം ഇതിലൊന്നും നമുക്ക് മുടക്കില്ലാണ്ട് ഇഷ്ടംപോലെ നല്ല വിഷരഹിത പച്ചക്കറികൾ നമ്മളെ മക്കളെ തീറ്റിച്ചൂടെ. ഇനിയും കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. കുട്ടീന് തേങ്ങ ഇടും പോലെ കുറച്ച് ഇങ്ങനെ ഉണ്ട്. എല്ലാ ഭാഗത്തേക്കും പോട്ടി മിക്സ് എത്തിക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്യണം. കാരണം വേര് എല്ലാ ഭാഗത്തും എത്തിയല്ലോ. ഇങ്ങനെ അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നല്ല. ഇനി അടുത്തതാണ് എൻ്റെ പവർഫുൾ കരിയില കമ്പോസ്റ്റ്. ചാണകത്തെ തോൽപ്പിക്കും കേട്ടോ. ഞാനിതിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവും. നമ്മളിപ്പം ഒന്നും വിത്ത് കാണൂല, നമ്മൾ കണ്ണോട്ടൊന്നും കാണൂല. മുളച്ച് വരുമ്പോഴാണ് കാണുന്നത്. കൂടുതൽ ചീരയാണ് കൂടുതലുള്ളത്. ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. നടുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണിടണം. ഇതൊക്കെ ഞാൻ ടിപ്പറിൽ ഇറക്കിയ മണ്ണാട്ടോ. എനിക്ക് മണ്ണൊന്നുമില്ല, കാരണം ഒക്കെ സിമെൻറ്റും കല്ല് പതിച്ചിട്ടും ഒക്കെ ഇവിടെ സ്ഥലം കുറവാണ്. നല്ല സ്ഥലമുള്ളവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, നല്ല താല്പര്യമുള്ളവർക്ക് സ്ഥലം ഉണ്ടാവില്ല. ഇനി രണ്ടും സൗകര്യമുള്ളവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ആയിരിക്കും. അസുഖം വരാണ്ടിരിക്കട്ടെ, എനിക്ക് പറയാൻ തന്നെ പേടിയാണ്. ഞാനിങ്ങനെ നിറച്ച് കഴിഞ്ഞു. ഒന്നുകൂടി അമർത്തട്ടെ കേട്ടോ. എല്ലാ ഭാഗത്തേക്കുമായി. ഇനിയാണ് നമ്മളെ ഇത് നടാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ കണ്ടോ, ഇത് എടുക്കൽ എങ്ങനെയെന്നറിയോ?
നടുമ്പോൾ നമുക്ക് സുഖം ഇത് എടുക്കുന്നതാണ് നമ്മളെ ഗ്ലൗസ്. ഇതാ കണ്ടില്ലേ, നടട്ടെ, കുറച്ചിങ്ങനെ അങ്ങോട്ട് വാരി എടുക്കട്ടെ, കുറച്ചിങ്ങോട്ട്. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളിയായിട്ട് നട്ടു. ഒന്നിവിടെ നട്ടു, ഇനി ഇവിടെ, പിന്നെ ഇവിടെ 4 ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ 4 സ്ഥലം കൊടുത്തൂടാ, അതില്ല. 3 നടുന്ന്, 4 കേട്ടോ. ഞാൻ അങ്ങനെ എത്രയും നീളണ്ടിരുന്നു. ഇതൊക്കെ ഞാൻ മുളപ്പിച്ചതാ. ഇത് 2 2 നട്ടു. ഇനി 3 പിടിത്തം പോയി പോവുക, കൊത്ത് കളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ധൈര്യമായിട്ട് കൈയിടാം. കാരണം എന്താ അറിയാം, നമ്മളിത് ഇങ്ങോട്ട് എടുത്തിക്കണല്ലോ. കല്ലുണ്ടേ മാറ്റണം. ആ സമയത്ത് കല്ലും കിട്ടീന്. ഇതാ ഒന്നു പൊട്ടി വെക്കുന്ന മണ്ണ്. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ. എനിക്ക് മാത്രമല്ല, എൻ്റെ കൃഷി കണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാവട്ടെ. ഞാൻ കുറച്ചും കൂടി ഇതിട്ട് കൊടുക്കട്ടെ. വേഗം ഉണക്ക് വരും. ഒരു പൊത നിർബന്ധം. അതിനൊക്കെ പൊത ഇടട്ടെ. പൊത ഇടുന്നതിൻ്റെ മുമ്പേ ഞാൻ കുറച്ചും കൂടി മണ്ണിട്ടട്ടെ മേൽഭാഗം. ഇത് മണ്ണിട്ട് മൂടണം. ഇതാ കണ്ടില്ലേ, ഒന്ന് അനാഥായിപ്പോയി. 3 ഇവര് രാജാവായി വളരട്ടെ. മറ്റേ നമുക്ക് രാജാവാക്കാം വേറെ ഒരു പാത്രത്തിൽ, അല്ലാതെ ഇപ്പം രക്ഷയില്ല. ഇതിൽ 4 കൊണ്ടാ തിങ്ങിക്കളിയും. ഇനി ഞാൻ കരിയിലിടട്ടെ കേട്ടോ. ഇനി ഞാൻ കരിയിലിടുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിപ്പോവും. നമ്മൾ നനച്ചതൊക്കെ കുറച്ച് നനവിലവിടെ നിന്നാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോണ്ട, വരണ്ടു പോണ്ട. ഇനി ഞാൻ മേലെ കുറച്ച് കരിയിലിടുക. ഇപ്പം എനിക്ക് എവിടെ നിന്നാണ് ബീറ്റ്റൂട്ടിൻ്റെ തൈ കിട്ടിയെന്ന് ഇപ്പം മനസ്സിലായല്ലോ. വീട്ടിൽ തോരൻ വെക്കാൻ കൊണ്ടുവന്ന് അതെടുത്ത് പൊട്ടിച്ച് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ട് മുളപ്പിച്ചതിന് ശേഷം ഞാൻ പെർമനൻ്റായിട്ട് നടുന്നത്. അടിപൊളിയായിട്ട് ഇതാ അടിപൊളിയായിട്ട് ഞാൻ 3 വിജയകരമായിട്ട് നട്ടു. പാവം ഓല കൂട്ടത്തിലുള്ള ഒന്നുണ്ട് ഇവിടെ. ആ ഒന്നിനെ ഞാൻ വേറെ മാറ്റി നട്ടു. എല്ലാവരും നമ്മൾ സമന്മാരാ. അവരെ ആ ഒറ്റൊന്നിനെ മാറ്റാൻ പറ്റൂല. ഞാൻ വേറൊരു പാത്രത്തിലങ്ങ് നടട്ടെ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോൾ, ഇപ്പോൾ ഇനി നാളെ മറ്റന്നാൾ തൊട്ട് തന്നെ ഇതിൻ്റെ ഇല ഇങ്ങനെ നീളത്തിൽ ഇത് 3 തിങ്ങും. നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ അത് തിങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 ആക്കി മാറ്റി കേട്ടോ. അങ്ങനെ വലുതായി. ഇതിൻ്റെ ഇലയും തോരൻ വെക്കാൻ പോലും ഞാൻ തോരൻ വെച്ചില്ല കേട്ടോ ഇതുവരെ. ഇലയും തോരൻ വെക്കാന്ന്. അപ്പോൾ ഞാൻ ഈ ബീറ്റ്റൂട്ട് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, ഇതിന് പൈസ വേണ്ട, തൈക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ കരിയില ഞാൻ തോട്ടത്തിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന് കരിയില കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചു. അത്രയും മണ്ണ് ഇറക്കിയതാട്ടോ. ഒരു ടിപ്പർ മണ്ണ് ഇവിടെ വാരിക്കൊണ്ടൊക്കെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാക്കി നമ്മളിങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നുണ്ടോ? ചെടികൾ നമ്മളെയും സ്നേഹിക്കും, ഉറപ്പാണ്. ഇടയ്ക്കൊക്കെ ചെടികളെ അടുത്തേക്ക് ഇങ്ങനെ പോയി സംസാരിച്ച് ചെടികളെ എന്തെങ്കിലും ജീവികളെന്തോ നശിപ്പിച്ചോ തിന്ന് കളഞ്ഞോ പുഴുക്കേടുണ്ടോ പുഴു വന്ന് നിൽക്കുന്നോ എന്നൊക്കെ നമ്മൾ നോക്കുക. ഇടയ്ക്ക് വെള്ളമൊഴിക്കുക. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇങ്ങനെ തുടർന്ന് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഞാൻ ഉറപ്പ് പറയാം. നമ്മളിങ്ങനെയൊക്കെ കൃഷി ചെയ്താലുണ്ടല്ലോ, ഈ ആണുങ്ങൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കി അരിയൊക്കെ വാങ്ങട്ടെ. അവരെ ഒരു താങ്ങ്, ഒരു കൈത്താങ്ങായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കരിയിലടിച്ച് വരി കൂട്ടിക്കൂടെ.
സിമൻറ്റ് ചാക്കിൽ നട്ടൂടെ? ഇങ്ങനെ നമ്മൾക്ക് ഉപ്പേരി വെക്കാൻ അവർ കൊണ്ടുവരുന്നതിന് കട്ട് ചെയ്തിട്ട് നമുക്ക് തൈ ഉണ്ടാക്കിയിട്ട് അവർക്ക് കാണിച്ച് വിളവെടുത്ത് മുറത്തിലാക്കി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു ഹാപ്പി. കുടുംബം സ്വർഗം പോലെ മുന്നോട്ട് പോകാം. അവിടെ ഒരു കച്ചറി ഉണ്ടാവില്ല, അവിടെ ഒരു പിണക്കം ഉണ്ടാവില്ല, അവിടെ കുടുംബം ഹാപ്പിയായിട്ട് സ്വർഗം പോലെ പോവാം. എൻ്റെ കാബേജ് കണ്ടോ? ഈ കാബേജ് ഒന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ല കേട്ടോ. കാബേജ് വിളവെടുത്തിട്ട് അതിൻ്റെ കുറ്റിന്ന് അതിൻ്റെ തൈ മുളച്ചുണ്ടായി നട്ട് കൊടുത്ത കാബേജാണ് ഇതെല്ലാം. എല്ലാ കാബേജും ഒരേ പ്രായക്കാരല്ല, ഇതൊന്നും വേറെ പ്രായക്കാരാ. ആവുന്ന ഇങ്ങനെ നടുഞ്ഞാൽ നമുക്ക് കാലവർഷമില്ലാതെ കാബേജ് വിളവെടുക്കുക. ഇന്ന് തണുപ്പ് നോക്കിയൊന്നും വേണ്ട, എനിക്ക് എല്ലാ സമയത്തും ഉണ്ടാകുന്നുണ്ട്. ഇതെന്തൊരു വലിപ്പം, അതായിട്ടുണ്ട് കേട്ടോ. നോക്ക് ഇതിൻ്റെ വലിപ്പം ഇതായിട്ടുണ്ട്. ഞാൻ വിളവെടുക്കുന്നില്ല, എൻ്റെ അടുത്ത് കുറേ ഉണ്ടല്ലോ. നമ്മൾ കൂടുതൽ നട്ടാനുള്ള പ്രശ്നം അത്. പച്ചമുളകൊക്കെ വിളവെടുക്കേറ്റ് ഇത് വിളവെടുത്തിട്ട് ഞാനിനി പൊടിക്കുന്നതിൽ കൂട്ടണം, അല്ലാണ്ട് ഇതിൻ്റെ ടൈം കഴിഞ്ഞു. എൻ്റെ വെർട്ടിക്കൽ കാബേജ് നട്ടേ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ റോക്കറ്റ് സ്പീഡ് ഉണ്ടാവുന്നതാ, റോക്കറ്റ് സ്പീഡ് തന്നെ ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, പടുത്ത് നട്ടതാ. ഇത് നടുക്ക് ഞാൻ കാബേജ് നട്ടിയില്ല, കാരണം ഇതിങ്ങോട്ട് വട്ടം കൂടുമ്പോൾ തിങ്ങിപ്പോവും. ഇപ്പം ഞാൻ വെറുതെ ആ സമയമാകുമ്പോഴേക്ക് ഞാനൊരു ചീര നട്ടേന്. ചീര നട്ട് കട്ട് ചെയ്ത് ഇനി രണ്ടാമത് ഉണ്ടാകുന്നുണ്ട്. കണ്ടോ എന്ത് രസാലേ, ചാക്കിൻ്റെ മേലെ ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കിക്കൂ, നല്ല ഇഷ്ടമാണ് കാണുന്നത്. ഇത് എൻ്റെ വെർട്ടിക്കൽ ചുവന്ന ചീര നോക്കുണ്ടായത്. എനിക്ക് വിളവെടുക്കാൻ തോന്നൂല, എനിക്കിങ്ങനെ നോക്കിക്കണം. എന്ത് രസമാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ നട്ടു കൊടുത്ത് സൈഡിലെല്ലാം അതാ സൈഡിൽ നിന്നൊക്കെ ഉണ്ടായി. നോക്കി സൈഡിൽ നിന്നുണ്ടായ കണ്ടോ, അടിയിൽ നിന്നുണ്ടായി വരുന്നത്. എന്താ വെർട്ടിക്കലിൻ്റെ പ്രത്യേകത, അതൊക്കെ വെർട്ടിക്കലിൻ്റെ അടിയിൽ നിന്ന് വരിക കണ്ടോ, മേലെന്നും അടിയിന്നും എല്ലാം. ഇതിന് തിങ്ങിയത് കൊണ്ട് പുഴുക്കേട് വന്ന് ഞാൻ മരുന്നടിച്ചു കൊടുത്ത് അതിനോട് ശേഷം നിന്നിട്ട് നോക്കി മേലുണ്ടായതിലൊന്നും പുഴുക്കേടില്ല. അത് നന്നായി കണ്ടോ. അതൊക്കെ വെർട്ടിക്കൽ ഉഷാറായത്, അടിപൊളിട്ടോ. ചുവന്ന ചീര ഞാൻ പച്ചച്ചീര കാണിച്ചു തരാം. ഇങ്ങനെ നട്ടാൽ നല്ല അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ, കൃഷി എടുക്കാലെന്നാൽ. ഇതിനൊന്നും പൈസ. ഇത് വെർട്ടിക്കൽ ക്യാരറ്റ് കേട്ടോ. ഇതാ ക്യാരറ്റ് ഉണ്ടായി നോക്ക്. ക്യാരറ്റ് എന്തൊരു ഭംഗിയാലേ, ക്യാരറ്റ് അടിയിലുണ്ടാവുക. അതാ വെർട്ടിക്കൽ. ഇവിടെയൊക്കെ പോയത് കൊണ്ട് ഞാൻ എന്താക്കി നിറ ചീര അങ്ങോട്ട് കൊടുത്തു. ഇതാ പച്ചമുളക് നട്ട് അതിൻ്റെ ഇടയിലൂടെ ബീറ്റ്റൂട്ടൊക്കെ വരുന്നുണ്ട്. ഇതാ കണ്ടോ, ഇവിടെ ഇതുണ്ടായിട്ടുണ്ട്. ഇനി ചുവന്ന ചീര കാണിച്ചു തരാം, വേറെ വെർട്ടിക്കൽ. ഇതന്നെ വെർട്ടിക്കൽ ചുവന്ന ചീര. ഇതാ കണ്ടോ, വെറും കരിയിലിട്ട് നിറച്ചിട്ട് ഇതാ ഉണ്ടാകുന്നത് കണ്ടോ. ഇതാ അടിപൊളിയാട്ടോ. ഇതൊക്കെ പടുത്ത് നട്ടതാ. ഇതും അങ്ങനെ തന്നെ ചാക്കും ചുറ്റിലൊക്കെ നട്ടിട്ട് വിളവെടുത്ത് ഒരുപാട് വട്ടം പറിച്ചു തിന്നിട്ടോ. ഒരു കുനിയല്ല നമുക്ക് ഒരു ഇങ്ങനെ അങ്ങോട്ട് പിടുത്തം കിട്ടും. അത് മതിയല്ല നമുക്ക്. കണ്ടോ, ഞാൻ കുപ്പിയിൽ എൻ്റെ ചുവന്ന ചീര നട്ടത്. ഞാൻ ബീറ്റ്റൂട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്ന വീഡിയോ ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇതുണ്ടായത് കണ്ടാൽ നിങ്ങൾക്കൊരു താല്പര്യം വരും കൃഷിയിൽ. അങ്ങനെ കൃഷിയിലോട്ട് താല്പര്യം വന്ന് കൃഷിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മക്കൾക്ക് വിഷരഹിത പച്ചക്കറി കൊടുക്കാമല്ലോ. അങ്ങനെ കേരളത്തിലെ എല്ലാ ലേഡീസും ഇങ്ങനെയുള്ള കൃഷികളൊക്കെ എടുത്ത് എല്ലാവരും കർഷകരാവട്ടെ, ഞാനത് ആഗ്രഹിക്കുന്നത്. അതാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. എൻ്റെ മെലസ്റ്റോമ പൂവിട്ട് കണ്ടു വയ്ക്കും. ഇത് വെയിൽ വന്ന് കഴിഞ്ഞാൽ മെലസ്റ്റോമക്കൊരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോവുക. അങ്ങനെ ഒരു വാട്ടം. ഇനി വൈകുന്നേരം തെളിയും. ഇതാ എൻ്റെ മെലസ്റ്റോമ പൂവിട്ട് നോക്ക്. ഇല കാണാതെ പൂവ്. രാവിലെ അങ്ങോട്ടായ മെലസ്റ്റോമൻ്റെ അടിച്ചു വാരി കൂട്ടിയത് അതൊക്കെ മെലസ്റ്റോമൻ്റെ പൂക്കളാണ്. എൻ്റെ ചെടിയിലേക്ക് കണ്ടോ, ഇതെല്ലാം മെലസ്റ്റോമ പൂക്കൾ ഇന്ന് വാരിട്ടതാണ് ഞാനിത്. നല്ല വളയിക്കോളും ചെടികൾക്ക്. എൻ്റെ ബോഗൺവില്ല അങ്ങോട്ടുണ്ടാ ഇല കാണാണ്ട പൂക്കൂ. അങ്ങനെ കുറേ കൊഴിഞ്ഞു പോവും. കൊഴിഞ്ഞു പോയിട്ട് ആ കമ്പില്ലേ, ആ കമ്പ് ഞാൻ പ്രൂൺ ചെയ്ത് അങ്ങ് വെട്ടിക്കളയും. വെട്ടിക്കളഞ്ഞാൽ ഇഷ്ടം പോലെ വേറെ തളിര് വരും, പൂവ് വരും. അങ്ങനെയാണ് വരെ പറ്റി പഠിക്കാനുണ്ട്, നന്നായിട്ട് പഠിക്കാനുണ്ട്. എൻ്റെ താഴെ ഉള്ളത് നോക്ക്, ഇതെൻ്റെ നാടൻ ബാൾസ നട്ടു. ഇതെല്ലാം എൻ്റെ നാടൻ ബാൾസോ. എന്നൊക്കെ ചുവപ്പൊക്കെ എന്ത് രസാ. അതൊക്കെ നടാൻ എളുപ്പാ. ഇതിനൊന്നും വലിയ പണിയൊന്നുമില്ല. അതെല്ലാവർക്കും
നടിയിൽ താല്പര്യം ഇല്ലാത്തവർക്കും നട്ട് കഴിഞ്ഞാൽ താല്പര്യം വരും. അത്രക്കും പൂക്കൾ കണ്ടതൊക്കെ ചുവപ്പൊക്കെ. അപ്പോൾ എൻ്റെ ബീറ്റ്റൂട്ട് നടീൽ വീഡിയോ അത്രേ ഉള്ളൂ. എൻ്റെ ബീറ്റ്റൂട്ട് നടീൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം അതിനൊന്നും ഒരു പൈസ മുടക്കില്ലാത്തതാണല്ലോ. അതുകൊണ്ട് നിങ്ങളും അതുപോലെ നടണം, നട്ടിട്ട് ഇനി കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും അതിന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും. നട്ട് കഴിഞ്ഞു. ഇനി സ്പോട്ട് തന്നെ അങ്ങ് നനച്ചു കൊടുക്കട്ടെ. നനച്ച് കഴിഞ്ഞാൽ ഇതിൽ നിറയെ കരിയിലായതുകൊണ്ട് അങ്ങനൊന്നും വറ്റിപ്പോകൂല, ഉണങ്ങിപ്പോകൂല. ഇതാ ഇത് ഞാൻ നടുന്നത് എൻ്റെ മുറ്റത്താണ്. മുറ്റത്ത് ഇനി എന്തെല്ലാം പണി എനിക്കുണ്ട്. നട്ട് കഴിഞ്ഞാലെന്നറിയോ, അടിച്ചു വാരണോ. ഇത് ഒരു ചാക്കിൻ്റെ ഇത്രയും ഭാഗം ഇതാ, ഇത്രയും ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇതാ ഇതിനും നനച്ചാട്ടെ. അവർ നോക്കിക്കല്ലേ, ഒരു കൂട്ടരെ നനക്കുമ്പോൾ ഒരു കൂട്ടർ നോക്കുന്ന സങ്കടം. ഇതെൻ്റെ വെള്ള ബാൾസ് കേട്ടോ. ഇത് ബോഗൺ വില്ല വെള്ള ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് വാങ്ങിയതാട്ടോ ഞാൻ.